ഇന്ന് നമ്മൾ എക്കോസ്റ്റീമിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ കണ്ടപ്പോൾ മനസ്സിലാക്കണം എന്താ നമ്മുടെ കയ്യിലുള്ളത്. ഇതൊരു ABC ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ വണ്ടികളിലും ഇപ്പൊ ഇന്ത്യയിൽ കമ്പൽസറി അല്ല, പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് കമ്പൽസറി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. ഇത് ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പറയുന്ന സാധനങ്ങളെല്ലാം അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്ത് ചെക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാം. ഇത് ഞാൻ ശരിക്കും മേടിച്ചത് ആമസോണിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. ഏകദേശം വില അന്ന് വന്നതെന്ന് വെച്ചാൽ 1300 രൂപ തന്നെയാണ് വന്നത്. അപ്പൊ ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് 1 കിലോയുടെയാണ്. 1 കിലോയുടെ വോളിയം. അത്യാവശ്യം നമുക്ക് ഒരു ഫയർ നമ്മൾ പിടിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിപ്പിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സഡൻ ആയിട്ട് അത് മീൻസ് റിയാക്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാം. അപ്പൊ ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പ്രഷർ. ഇതിലിപ്പോ നിങ്ങൾക്ക് കാണാം, ഇതിന്റെ പ്രഷർ നിങ്ങൾക്ക് ഒരു ഗ്രീൻ ബാൻഡിലാണ് നിൽക്കുന്നത്. അപ്പൊ ഗ്രീൻ ബാൻഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതിന്റെ പ്രഷർ ഓക്കെയാണ്. ഇതിന്റെ ഒരു ലൈഫ് ടൈം കഴിയുന്ന അനുസരിച്ച് കുറഞ്ഞു പ്രഷർ കുറഞ്ഞു വരും. അപ്പൊ പക്ഷെ അത് കുറഞ്ഞു വരുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് എഫക്റ്റീവ് ആയിട്ട് അത് പ്രവർത്തിക്കില്ല. പിന്നെ അടുത്ത കാര്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന് എല്ലാത്തിനും ഓരോ കെമിക്കലിന് ഒരു ലൈഫ് ടൈം ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റ്, ഈ ഒരു സിലിണ്ടർ ഇപ്പം മേടിച്ചിട്ട് 2 വർഷമായിട്ടുണ്ടെങ്കിൽ 2 തവണ ഞാനിത് റീഫിൽ ചെയ്തിട്ടുണ്ട്. റീഫിൽ ചെയ്യാനൊന്നും വലിയ കോസ്റ്റ് ഒന്നുമില്ല. നമ്മുടെ വീട്ടിനടുത്തൊക്കെ ഒരുപാട് സേഫ്റ്റി എക്യുപ്മെന്റ് ഷോപ്പൊക്കെ ഉണ്ട്. അവിടെ ചെന്നാൽ അവർ ഇതിന് റീഫിൽ ചെയ്ത് തരും. അതിനൊരു 300 രൂപ ചാർജേ ഉള്ളൂ. പക്ഷെ ഇത് നമുക്ക് നമ്മുടെ വണ്ടിയെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെയും ചില സമയത്ത് നമുക്കിത് ചിലപ്പോൾ മറ്റൊരാൾക്കായിരിക്കും ചിലപ്പോൾ ഉപയോഗം വരുന്നത്. പക്ഷെ എന്നാലും ഇങ്ങനത്തെ സാധനങ്ങൾ എന്തായാലും മേടിച്ചു വയ്ക്കുക. ഇതിന്റെ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒന്നുമില്ല. ഇപ്പൊ ഇവിടെ ഒരു സീലുണ്ട്. സീലെന്ന് വെച്ചാൽ ഇൻഅഡ്വർട്ടന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സീലിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം. സിമ്പിളി നമുക്ക് കറക്കിയാൽ ഈ സീലിനെ നമുക്ക് ബ്രേക്ക് ആക്കാവുന്നേ ഉള്ളൂ. ഈ സീല് ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ പിന്ന് നമുക്ക് വലിച്ചൂരാവുന്നതാണ്. വലിച്ചൂരി കഴിഞ്ഞാൽ ഈ ഒരു സേഫ്റ്റി ഹാൻഡിലുണ്ട്. ഈ സേഫ്റ്റി ഹാൻഡിൽ വലിച്ചെടുത്ത് നമുക്കിത് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. ഞാൻ 2 തവണ ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിന്റെ നോസിൽ നമ്മുടെ ശരീരത്തിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാഗത്തോ ഒന്നും പ്രൊജക്ട് ചെയ്ത് വെക്കരുത്. അത്യാവശ്യം കെമിക്കലാണ്. നമുക്ക് ഇറിറ്റേഷനും പല കാര്യങ്ങളും നമുക്കുണ്ടാവും. ഇതിനെപ്പോഴും പിന്നെ നമ്മൾ ഇത് എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കുന്നത് പൊസിഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മെയിൻലി നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോ ഡ്രൈവറിന്റെ സീറ്റിന്റെ അടിയിൽ സേഫ് ആയിട്ട് അതിരിക്കും. കാരണം അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മൂവ്മെന്റ് സ്ലൈഡ് ചെയ്യുന്ന ഒരു സീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, നോർമലി വണ്ടിയിലൊരു ഫയറോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് വണ്ടി ഓഫ് ചെയ്യുക, ഡോർ അൺലോക്ക് ചെയ്യുക. ഡോർ അൺലോക്ക് ചെയ്യുന്ന വെച്ചാൽ ഡോർ അൺലോക്ക് ചെയ്ത് ഡോർ ഒന്ന് തുറന്നു വെക്കുക. കാരണം ഈ പെട്ടെന്ന് തീ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഇലക്ട്രിക്കൽ ഫെയിലർ ഒക്കെ വന്നിട്ട് നമുക്ക് ഡോറൊക്കെ ചിലപ്പോൾ ജാം ആവാം, അല്ലെങ്കിൽ ഡോറിന്റെ ഹാൻഡിൽസ് ഒക്കെ ഉരുകി പോകാം. അപ്പൊ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം വരും. അപ്പൊ ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ അതിലും പ്രായമായിട്ടുള്ളവരോ കുട്ടികളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് അവരെ അതൊന്ന് പുറത്തിറക്കാൻ നോക്കുക. ബോണറ്റ് തുറക്കുക, ഇത് യൂസ് ചെയ്യുക. എങ്ങനെ പോലും ഒരു 1-1.5 മിനിറ്റിനകത്ത് നമുക്ക് ഫുൾ അത് ക്ലിയർ ചെയ്യാം. പക്ഷെ ചില സാഹചര്യങ്ങളിൽ പെട്ടെന്നത് പടർന്നു പിടിക്കുന്നതാണ് തീ. അപ്പം ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് ഒരുപാട് ഫയർ ഇൻസിഡൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പറയണം തോന്നി എടുത്തൊരു വീഡിയോ ആണ്. അപ്പൊ നേരത്തെ പോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫയർ ഇൻസിഡന്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വണ്ടി ഓഫ് ചെയ്യുക, ഡോർ തുറക്കുക, സീറ്റ് ബാക്ക് ഫയർ എക്സ്റ്റിംഗ്വിഷർ പുറത്തെടുക്കുക. ഇതാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. സെയിം ടൈം നിങ്ങൾക്ക് വണ്ടിയിൽ ആരെങ്കിലും റെസ്ക്യൂ ആണെന്നുണ്ടെങ്കിൽ പുറത്തിറക്കുക, ഡോർ തുറന്ന് പുറത്തിറങ്ങിയാൽ മാത്രം മതി. നമുക്ക് ഇത്രയും പെട്ടെന്ന് നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഈ പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം മിനിമൽ ഡാമേജിൽ നമുക്ക് ബാക്കിയുള്ള ഫയർ അത്യാവശ്യം നമുക്ക് വണ്ടിയുടെ കുറെ ഭാഗങ്ങൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് കുറെ കാശും ലാഭിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ഉള്ള സാധനം എന്തായാലും വണ്ടിയിൽ കരുതേണ്ടതാണ്, അത്യാവശ്യമാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം ഇതുപോലുള്ള പുതിയ വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ്. ബൈ.